ഹലോ, നമുക്ക് ബിഗിൻ ചെയ്യാം. ഗുഡ് മോർണിംഗ്. ചാറ്റ് ബോക്സിൽ മാക്സിമം റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. ഗുഡ് മോർണിംഗ്, ഹൗ ഇസ് എവറി വൺ? നഫ്ല, നൂറ, ഗുഡ് മോർണിംഗ്. ഓക്കെ, സോ നമ്മള് ഇപ്പം ഡേ 12 അല്ലേ ഉള്ളത്. ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും ഡേ 12 വരെ ജോയിൻ ചെയ്തിട്ടുണ്ടോ രണ്ടുപേരും? ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. നമ്മൾ ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ ഡേയ്സിലും ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? എനി കൈൻഡ് ഓഫ് ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അതായത് നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് മോർണിംഗിൽ കുറച്ച് സമയം ഇരിക്കുന്നുണ്ട്, ആൻഡ് അതിൽ നിന്ന് എന്തെങ്കിലും ചേഞ്ചസ് ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളിൽ ഒക്കെ? ഒരു പോസിറ്റീവ് എഫക്റ്റ് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ സംസാരിക്കാം, ഓർ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ പറയാം. നമ്മൾ ജസ്റ്റ് മെഡിറ്റേഷനിൽ കിടക്കുന്നതിന്റെ മുൻപ് കുറച്ചു നേരം ജസ്റ്റ് ഒന്ന് ഇന്ററാക്ട് ചെയ്തിട്ട് മെഡിറ്റേഷനിലേക്ക് കിടക്കൂ കേട്ടോ. അതായത് ഇങ്ങനെ നോക്കിയാൽ മതി, വാട്ട് യു ഗൈസ് ആക്ച്വലി ഫീൽ ഈ ഒരു പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സെഷന് കഴിഞ്ഞു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഇതൊരു ടാസ്ക് പോലെ കണ്ടാൽ മതി കേട്ടോ. അതായത് നമ്മൾ ഇതിന് പറയുന്നത് സെൽഫ് റിഫ്ലക്ഷൻ എന്നൊക്കെയാണ്. അതായത് നമ്മൾ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആൻഡ് ഒരു മൊമെന്റിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഇത് എനിക്ക് ആവശ്യമുള്ളതാണോ, ഇത് നെസസറി ആണോ, അല്ലെങ്കിൽ ഇതിൽ നിന്നും എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്, അങ്ങനെ നമ്മൾ തിങ്ക് ചെയ്യുന്നതിനാണ് നമ്മൾ സെൽഫ് റിഫ്ലക്ഷൻ, അല്ലെങ്കിൽ സെൽഫിൽ തന്നെ നമ്മളൊന്ന് റിഫ്ലക്ട് ചെയ്യാണ്. അപ്പൊ ആ ഒരു പ്രോസസ്സിലൂടെ നമ്മളിപ്പോ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. അതായത് ഇപ്പൊ കുറെ ചാപ്റ്റേഴ്സ് ഞാൻ പഠിക്കുന്നു, അപ്പൊ നമ്മള് ചില സമയത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ഉള്ളത് മാത്രമേ പഠിക്കുള്ളൂ, അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ഒരു ചാപ്റ്റർ ഫുള്ള് ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു മൊമെന്റിൽ ഞാൻ ജസ്റ്റ് തിങ്ക് ചെയ്യാണ്, ഈ പാഠം ഇമ്പോർട്ടൻ്റ് ആണോ, അല്ലെങ്കിൽ ഈ പാഠത്തിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ എനിക്ക് ക്ലിയർ ആണോ, ഇനി ഞാൻ ഏതെങ്കിലും ഒന്നും കൂടെ നോക്കേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്നും കൂടെ നോക്കാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്താണ് ലൈഫിൽ ഏത് ഡിസിഷനും നമുക്ക് ഒന്നും കൂടെ അഫേം ചെയ്യാൻ പറ്റുള്ളൂ, പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ നല്ല കാര്യമാണ് എന്നുള്ളത്. അപ്പൊ ഇത് നിങ്ങൾ എല്ലാ ലൈഫിന്റെ എല്ലാ ആസ്പെക്റ്റിലേക്കും കൊണ്ടുപോവുക, സ്റ്റഡീസിലാണെങ്കിലും വേറെ ഏത് ഹാബിറ്റ് ആണെങ്കിലും. അപ്പൊ ഈ ഒരു കാര്യത്തിലും നിങ്ങൾ അതിലൂടെ കടന്നു പോകണം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഞാനൊരു കുറച്ച് സമയം തരാണ് ഇതിനെക്കുറിച്ചൊന്ന് തിങ്ക് ചെയ്യാൻ. അതായത് ഈ ഒരു ചെയ്യുന്ന കാര്യം ഇതിലൂടെ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്താണ്, എൻ്റെ ലൈഫിൽ എന്ത് മാറ്റാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നൊക്കെ തിങ്ക് ചെയ്യാനുള്ള കുറച്ച് സമയമാണ് ഞാൻ തരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ കുറച്ചൊരു സമയം എടുക്കാം, നമുക്ക് അധികം സമയമല്ല, പക്ഷെ നിങ്ങൾ കുറച്ച് സമയം എടുത്തിട്ടൊന്ന് പറയണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടാം. ഓക്കെ, താങ്ക് യു ഫോർ റെസ്പോണ്ടിങ്. Calmness and positive feeling, yes. What about other people?
ഓക്കെ. എനിവേ നിങ്ങൾ ഈ ഒരു ഇതിന്റെ ഇമ്പോർട്ടൻസും ഇത് തന്നെയാണ്. അതായത് മെഡിറ്റേഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നതും കാംനെസ് കിട്ടുക എന്നുള്ളതാണ്. കാരണം കാം ആൻഡ് ക്വയറ്റ് ഡേ, വെരി ഗുഡ്. ഓക്കെ. ഈ ഒരു മെഡിറ്റേഷന്റെ ഇമ്പോർട്ടൻസും ഇത് തന്നെയാണ്. നമ്മുടെ മൈൻഡിനെ കുറച്ചും കൂടെ കാം ആക്കുക എന്നുള്ളതാണ്. കാരണം മൈൻഡിൽ നമ്മളിപ്പം ഒരുപാട് ടെൻഷൻസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഒരു പ്രഷർ സംഭവം ഫീൽ ചെയ്യാണ്. പക്ഷെ അതിനെ കുറച്ചുകൂടെ കാം ആക്കുമ്പോൾ അതിന് കൂടുതൽ ക്ലാരിറ്റിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ നമ്മുടെ ബ്രെയിനിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും അല്ലെ, ന്യൂറോൺസ്, അങ്ങനെ കുറെ സംഭവങ്ങൾ. അപ്പോൾ നമ്മളുടെ ബ്രെയിനിന്റെ സിസ്റ്റം ഒക്കെ കുറച്ചൊന്ന് കാം ആയിട്ട് ഇരിക്കുമ്പോൾ അതിന് ക്ലാരിറ്റിയിൽ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ അത് തന്നെയാണ് മെഡിറ്റേഷന്റെ ഇമ്പോർട്ടൻസ്. നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഐ എം വെരി ഹാപ്പി. സോ നമുക്ക് മെഡിറ്റേഷനിലേക്ക് കടക്കാം അല്ലെ. ജസ്റ്റ് എന്ത് ചെയ്യാം, ബ്രീതിൽ ഫോക്കസ് ചെയ്ത് ബോഡിയൊക്കെ ജസ്റ്റ് അവെയർ ആയിട്ട് ഒരു പൊസിഷനിൽ ഇരിക്കാം. നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കാം. വേണമെങ്കിൽ കൈ ജസ്റ്റ് ഈ ഒരു മുദ്ര കൊടുത്തിട്ട് ഇരിക്കാം കേട്ടോ. ജസ്റ്റ് ലൈക്ക് ദിസ്. നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ സറൗണ്ടിങ്സിനെ കുറിച്ച് ഒന്ന് അവെയർ ആവാം. വാട്ട് ഓൾ തിങ്സ് ഐ സീ, എന്തൊക്കെ ഞാൻ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഞാൻ എവിടെയാണ് ഇരിക്കുന്നത്. ജസ്റ്റ് ബി അവെയർ ഓഫ് ദ മൊമെന്റ്. നൗ സ്ലോലി ഫോക്കസ് ഓൺ യുവർ ബ്രെത്ത്. ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. ശ്വാസം പതിയെ എടുത്തു വിട്ടുകൊണ്ടിരിക്കാം. സ്ലോലി ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ പതിയെ അടയ്ക്കാം. ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. Take a deep breath in. Hold on and breathe out. Once again, take a deep breath in. Hold on and breathe out. ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. Hold on and breathe out. ഓരോ ശ്വാസം എടുത്തു വിടുമ്പോഴും ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആകുന്നതായി നിങ്ങൾ അറിയുന്നുണ്ട്. കാലുകൾ, കൈകൾ, ഷോൾഡേഴ്സ്, നിങ്ങളുടെ സ്റ്റോമക്, ഫേസ് മസിൽസ്, ഓരോ ബോഡി പാർട്ടിലേക്കും ശ്രദ്ധ കൊടുക്കുമ്പോൾ അവിടം കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആകുന്നതായി നിങ്ങൾ അറിയുന്നു. പതിയെ ശ്വാസത്തിനെ നിങ്ങളുടേതായ താളത്തിലേക്ക് കൊണ്ടുവരാം. Breathe in, breathe out. Breathe in, breathe out. പതിയെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാം, ഐ കണക്ട് വിത്ത് മൈസെൽഫ്.
ഞാൻ എൻ്റെ സ്വയത്തെയുമായി കണക്ട് ചെയ്യുന്നു. Be aware of your body and your mind. ഓരോ മൊമെന്റിലും നിങ്ങളിലേക്ക് വരുന്ന ചിന്തകളെ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാം. Observe your thoughts. Now നിങ്ങൾക്ക് slowly നിങ്ങളിലേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടുവരാം. The things I am grateful for. എന്നിലേക്ക് ഇന്ന് വന്നിട്ടുള്ള ബ്ലെസ്സിങ്സ് എന്തെല്ലാമാണ് എന്നത് എൻ്റെ മൈൻഡിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു. In this moment, the air I breathe, the food I eat, my body, my family, എന്നിലും എൻ്റെ സറൗണ്ടിങ്സിലുമുള്ള ബ്ലെസ്സിങ്സിനെ മൈൻഡിലേക്ക് കൊണ്ടുവരാം. Now feel the gratitude all over your body. ബോഡിയിൽ ഫുൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാം. കാമായിട്ടുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റിൽ നിങ്ങൾക്ക് പറയാം, I am grateful for all the blessings. I am grateful for all the blessings. എന്നിലേക്ക് വന്നെത്തിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദിയുള്ളവളാണ്. എന്നിലേക്ക് വന്നെത്തിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. You feel more positive and energetic now. ആദ്യത്തേതിനേക്കാൾ കൂടുതൽ പോസിറ്റീവായി, ആദ്യത്തേതിനേക്കാൾ ഊർജത്തോടെ നിങ്ങൾക്കിപ്പോൾ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാം. You connect to your best self.
നിങ്ങളിലെ തന്നെ ബെസ്റ്റ് സെൽഫിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. നിങ്ങളിലെ ബെസ്റ്റ് സെൽഫിനോട് നിങ്ങൾക്ക് പറയാം, ഐ ആം ബിക്കമിങ് മോർ ഓഫ് യു ഈച്ച് ആൻഡ് എവറി ഡേ. ഓരോ ദിവസവും ഞാൻ നീ ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ബോഡി ഫുൾ ഫീൽ ചെയ്യാം നിങ്ങൾക്ക്. ആൻഡ് റിപ്പീറ്റ്, ഐ ആം ബിക്കമിങ് മോർ ഓഫ് യു ഈച്ച് ആൻഡ് എവറി ഡേ. ഓരോ ദിവസവും ഞാൻ നീ ആയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളിലെ തന്നെ ബെസ്റ്റ് സെൽഫിനെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ചേർത്ത് പിടിക്കാം. Feel that now you can thank yourself. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. I thank myself for taking this step. ഈ ഒരു സ്റ്റെപ്പ് എടുത്തതിന് ഞാൻ എന്നോട് താങ്ക് യു പറയുന്നു. Now you thank your creator. നിങ്ങളുടെ ക്രിയേറ്ററിനെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് you can thank your creator for this opportunity. ഈ ഒരു അവസരം നിങ്ങൾക്ക് തന്നതിന് നിങ്ങളുടെ ക്രിയേറ്ററിനോട് താങ്ക് യു പറയാം. I thank my creator for this opportunity. ഈ ഒരു അവസരം എനിക്ക് തന്നതിന് എൻ്റെ ക്രിയേറ്ററിനോട് ഞാൻ താങ്ക് യു പറയുന്നു. പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിലേക്ക് തിരിച്ചു വരാം. ശ്രദ്ധ കൊടുക്കാം. ഫീൽ യുവർ ബ്രെത്ത്. ശ്വാസത്തിനെ ഫീൽ ചെയ്യാം. Take a deep breath in. ദീർഘമായ ശ്വാസമെടുക്കാം. Hold on and breathe out. Once again, take a deep breath in. Hold on and breathe out. Take a deep breath in. Breathe out.
ഓരോ ശ്വാസം എടുത്തു വിടുമ്പോഴും നിങ്ങൾക്ക് കൂടുതൽ റിലാക്സ്ഡ് ആകാം. നൗ നിങ്ങൾക്ക് നിങ്ങളുടേതായ താളത്തിൽ ശ്വാസം എടുത്തു വിടാം. പതിയെ നിങ്ങൾക്ക് നിങ്ങളുടേതായ താളത്തിൽ ശ്വാസം എടുത്തു വിട്ട് തിരിച്ചു വരാം. സ്ലോലി കം ബാക്ക്. പതിയെ നിങ്ങൾക്ക് കണ്ണുകൾ തുറന്ന് തിരിച്ചു വരാം. സ്ലോലി ഓപ്പൺ യുവർ ഐസ് ആൻഡ് കം ബാക്ക്. ഓക്കെ, തിരിച്ചെത്തിയിട്ടുള്ള ആളുകളൊക്കെ ജസ്റ്റ് ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, തിരിച്ചെത്തിയോ? ചാറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ, ആർ യു ബാക്ക്? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സോ നമ്മൾ ജസ്റ്റ് ഒരു റിലാക്സേഷൻ മെഡിറ്റേഷൻ ആണ് ചെയ്തത്. ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. ഞാൻ ഇന്നലെ നിങ്ങൾക്കൊരു ഇന്നലെ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾക്ക് അറിയാം, ടാസ്ക് തന്നിരുന്നു അല്ലെ? ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് ടാസ്കിന്റെ ഒരു അപ്ഡേറ്റ് പറഞ്ഞേ. ചെയ്ത് നോക്കിയോ ഇന്നലത്തെ ടാസ്ക്? ഡു യു ഹാവ് എനി കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ്? എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടോ? നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ സംസാരിക്കാം കേട്ടോ. ടാസ്ക് മറന്നു പോയോ ആരെങ്കിലും? എനിവേ, മെഡിറ്റേഷനിലേക്ക് മെഡിറ്റേഷന്റെ ഗ്ലിംസ് ഷെയർ ചെയ്യാം. അതായത് നമ്മൾ റിലാക്സേഷൻ മെഡിറ്റേഷൻ ആണ് ചെയ്തിട്ടുള്ളത്. ഓൾസോ നമ്മൾ ആ ഒരു കാംനെസ്സിൽ ഇരിക്കുമ്പോൾ നമ്മൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്നതാണ് ബെസ്റ്റ് ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ബെസ്റ്റ് ഫീലിംഗ് എന്ന് പറയുന്നത്. കാരണം ഓൾറെഡി നമ്മളിലുള്ള ബ്ലെസ്സിങ്സിനെ നമ്മൾ കൗണ്ട് ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ താങ്ക് യു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വിൽ ഫീൽ മോർ ഹാപ്പി. നോക്കിയേ, ഹാപ്പിനെസ് അല്ലെങ്കിൽ പീസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് അല്ലെ? അത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. അതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി അതിലേക്ക് ട്യൂൺ ചെയ്യുന്ന സമയത്താണ് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നത്. അപ്പം നമ്മൾ പലപ്പോഴും നമ്മളിൽ തന്നെയുള്ള ഹാപ്പിനെസ്സും പീസും ഒക്കെ നമ്മൾ വേറെ എവിടെയൊക്കെയോ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അതായത് അത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമാധാനം ഉണ്ടാവും, ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സന്തോഷം ഉണ്ടാവും, അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ഇറ്റ്സ് ട്രൂ, നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ ഹാപ്പിനെസ് പീസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിലും ഇറ്റ്സ് ഓൾറെഡി ഇൻ അവർ നമ്മളിൽ തന്നെ ഉണ്ട് അത്. പക്ഷെ നമുക്കത് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് ഒക്കെ പുറത്തുനിന്നൊരു എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണ്ടി വരും. പക്ഷേ നമ്മൾ ഗ്രാജുവലി നമ്മൾ സ്വയം ഹാപ്പി ആവാനും സ്വയം പീസ്ഫുൾ ആകാനും പഠിക്കണം എന്നുള്ളതാണ്. കാരണം നമ്മൾ ഓൾറെഡി ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് നമ്മളിലേക്ക് ഹാപ്പി ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അട്രാക്ട് ചെയ്ത് വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? എന്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്താണ്, അതിനെ ഞാൻ ഹാപ്പി ആക്കുക, പീസ്ഫുൾ ആക്കുക, കാം ആക്കുക, ക്വയറ്റ് ആക്കുക. അപ്പൊ എന്നിലേക്ക് അതുപോലെയുള്ള എക്സ്പീരിയൻസുകളും അതുപോലെയുള്ള ആളുകളും വന്നു ചേരും എന്നുള്ളതാണ്. ഇപ്പം നമ്മള് ചില സമയത്ത് ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കുമ്പോൾ ടെൻഷന് കൂട്ടിക്കൊണ്ടുവരാനുള്ള കുറേ സംഭവങ്ങൾ നമ്മളിലേക്ക് വരും. നമ്മളെ കയ്യിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും വീണ് താഴെ വീണ് പൊട്ടും, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് നമ്മളെ കാലിടിക്കും അല്ലെ? അപ്പം അങ്ങനെയുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടാകുന്നത് നമ്മൾ തിരക്ക് പിടിച്ച് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആങ്ഷ്യസ് ആക്കി അല്ലെങ്കിൽ
ഹറി ആക്കുന്ന സമയത്താണ്. പകരം നമ്മൾ നമ്മുടെ മൈൻഡിനെ കാമും പീസ്ഫുള്ളും ഹാപ്പിയും ഒക്കെ ആക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മുടെ ചുറ്റുമുള്ള ഹാപ്പിനെസ്, നമ്മുടെ ചുറ്റുമുള്ള പീസ്, എല്ലാ കാര്യങ്ങളും കാംനെസ് അതൊക്കെ നമ്മളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. സോ ഓൾറെഡി നിങ്ങൾ ഈ ഒരു കണ്ടിന്യൂസ് ജേർണിയിൽ നിങ്ങൾ പോയത് കൊണ്ട് തന്നെ യു ഓൾറെഡി ഹാവ് ദാറ്റ് സ്പാർക്ക് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഇപ്പൊ സ്റ്റഡീസ് അതിൽ വൺ ഓഫ് ദ മെയിൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. ബാക്കിയുള്ള കാര്യങ്ങളിലും നിങ്ങൾക്ക് ഈ ഒരു കാംനെസ്സും നിങ്ങൾക്ക് ഈ ഒരു പീസും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ് കമ്പയറിങ് ടു ദ അതർ പീപ്പിൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓൾസോ ഞാൻ തന്നിട്ടുള്ള ടാസ്ക് ഇന്നലെ മാത്രം എന്നുള്ളതല്ല, പക്ഷെ നിങ്ങളുടെ സറൗണ്ടിങ്സിലുള്ള ആളുകളെയൊക്കെ ജസ്റ്റ് ഒരു സ്മൈൽ കൊടുക്കുക, അപ്രീസിയേഷൻ കൊടുക്കുക, ജസ്റ്റ് ഒരു താങ്ക് യു പറയുക. താങ്ക് യു. ഇപ്പം നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളിൽ തന്നെ നിങ്ങളെ പല രീതിയിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ സ്കൂളിൽ ഇല്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളുടെ അടുത്ത് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ആ ഒരു ടാസ്ക് ഇന്നലെ മാത്രം എന്നല്ല, നിങ്ങൾ ഇന്നും എല്ലാ ദിവസവും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവാം. ഓൾസോ ഞാൻ റിമൈൻഡ് ചെയ്യാണ് സ്റ്റഡി പ്ലാനിന്റെ കാര്യം, അതും ആരും മറക്കാൻ പാടില്ല. കാരണം ആ ഒരു പ്ലാൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പഠനം കുറച്ചും കൂടെ എളുപ്പമാവും. അപ്പൊ നിങ്ങളൊരു ഹാഫ് അവറോ ഒരു 15 മിനിറ്റ്സോ ഒക്കെ എടുത്തിട്ട് ആ ഒരു പ്ലാന് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. എന്നാൽ നിങ്ങൾക്ക് സ്റ്റഡീസിന് വേണ്ടി ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ഓക്കെ, സോ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്താലോ? ഇറ്റ്സ് ഓൾമോസ്റ്റ് ടൈം. നാളെ എല്ലാവരും കറക്റ്റ് 6:30 തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഞാൻ ലാസ്റ്റ് ആൻഡ് ഫൈനലായി ചോദിക്കുകയാണ്, ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണം എന്ന് ഫീൽ ചെയ്യുന്ന ആളുകൾക്ക് സംസാരിക്കാം കേട്ടോ. എങ്കിലും ചാറ്റ് ബോക്സിൽ ജസ്റ്റ് പറയാം. ഹാപ്പി? ഓക്കെ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ റെസ്പോണ്ടിങ്. എനിവേ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ജേർണിയിൽ ഇനിയും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. ഐ വിഷ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് ആൻഡ് യുവർ സ്റ്റഡീസ് ആൻഡ് ഫോർ ഓൾ ഓഫ് ദ ഫ്യൂച്ചർ എൻഡേവേഴ്സ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. നാളെ കാണാം കേട്ടോ. ബൈ. ഓക്കെ, താങ്ക് യു.